ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യഹോവയാം ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിക്കാതെ മോശയിലൂടെ ദൈവസന്നിധിയിലേക്ക് പാപത്തിൽ വീണുപോയ തൻ്റെ ജനത്തിന് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം നൽകിയ ഉപവാസ പ്രാർത്ഥന എന്ന അതിമഹത്തായിട്ടുള്ള ഉപാധി ഉപയുക്തമാക്കാതെ ദൈവത്തെ മറന്ന് മുൻപോട്ട് പോയ ജനത്തെ ദൈവം അതികഠിനമായിട്ട് ശിക്ഷിക്കുകയും അങ്ങനെ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. മോശപിതാവിനുടെ കൽപ്പനകൾ നൽകിയതിന് ശേഷം ഏതാണ്ട് 400 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഈ അവസ്ഥയിൽ ദൈവം തൻ്റെ പ്രവാചകനായ യോവേലിലൂടെ കഷ്ടതയുടെ, വേദനയുടെ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ തൻ്റെ ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് കടന്നു പോകുന്ന ഈ ജനത്തോട് സംസാരിക്കുന്നതിൻ്റെ പ്രസക്തമായ കാര്യങ്ങൾ നാം പഠിച്ചു വരികയാണ്. ആദ്യത്തെ 13 വാക്യങ്ങളിൽ ആമുഖമായിട്ട് ദൈവം അവരെ അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. എന്നാൽ ഇപ്രകാരമുള്ള അതികഠിനമായ കഷ്ടതയുടെ താഴ്വരയിൽ എന്ന് ഞാൻ പറയുമ്പോൾ അതികഠിനമായ വരൾച്ച കൊണ്ട്, ദേശത്തുണ്ടായ അതിഭയങ്കരമായ ക്ഷാമം കൊണ്ട്, വെട്ടുക്കിളിയുടെ ആക്രമണം കൊണ്ട് ജനജീവിതം ദുസ്സഹമായി തീരുമ്പോൾ, ജനത്തിന് ഭക്ഷിക്കുവാൻ യാതൊന്നുമില്ലാതെ ക്ഷാമം അതികഠിനമായി, മനുഷ്യൻ മാത്രമല്ല മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ ചത്തൊടുങ്ങുന്ന അവസ്ഥയിൽ യോവേൽ പ്രവാചകനിലൂടെ അതിനുള്ള ഉപാധി എന്താണെന്ന് ദൈവം വീണ്ടും തൻ്റെ ജനത്തെ അറിയിക്കുകയാണ്. യോവേൽ പ്രവചനം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു ഉപവാസ ദിവസം പ്രഖ്യാപിക്കുവിൻ, സഭായോഗം വിളിക്കുവിൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ, യഹോവയോട് നിലവിളിക്കുവിൻ. ഇതാണ് ദൈവം അവർക്ക് ഉപാധിയായിട്ട് നൽകുന്ന മാർഗം. ഈ കഠിനമായ വേദനയിൽ, കഠിനമായ വരൾച്ചയിൽ നിന്ന്, കഠിനമായ ക്ഷാമത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം അവർക്ക് നൽകുന്ന കൽപ്പന ഇതാണ്. ദൈവത്തിന് വേണമെങ്കിൽ ക്ഷണനേരം കൊണ്ട് അവർക്ക് ഭക്ഷണം നൽകുവാൻ കഴിയും. മരുഭൂമിയിൽ 40 വർഷക്കാലം അവരുടെ പൂർവ്വപിതാക്കന്മാരെ സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിപ്പിച്ച് ദൈവം വഴി നടത്തിയതാണ്. അതേ പാറയെ പിളർന്ന് അവരുടെ ദാഹം പോറ്റി മരുഭൂമിയിൽ കൂടെ 40 വർഷം അവർക്ക് വെള്ളം നൽകി അവരെ വഴി നടത്തിയതാണ് അവരുടെ പൂർവ്വപിതാക്കന്മാരെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. പക്ഷേ ഇവിടെ ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി, അവരുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി മുൻപോട്ട് പോകുന്ന അവസ്ഥയിൽ അത് വീണ്ടെടുക്കുവാൻ ദൈവം ഉപവാസ പ്രാർത്ഥന എന്ന അതിമഹത്തായ ആയുധം നൽകിയിട്ടും അത് ഉപയുക്തമാക്കാതെ അവർ വീണ്ടും വീണ്ടും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് താണു പോകുമ്പോൾ അവരോട് വീണ്ടും ദൈവത്തിന് ഓർമ്മിപ്പിക്കാനുള്ളത് അത് ഏതാണ്ട് 400 വർഷം മുൻപ് മോശപിതാവിലൂടെ അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനയാണ്. ദൈവസ്നേഹത്തിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക് മടങ്ങി വരുവാൻ, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ അവർക്ക് നൽകിയ കൽപ്പനയാണ്. We find that the children of Israel were terribly afflicted by God. They were punished by God. It's not an affliction actually. They were punished by God. There was a severe drought, and then we find that the locusts invaded the land and there was a great famine in the land. People were dying and they cried unto God. But they forgot the old commandment which God had given them through Moses. And that was to come back to the love of God, to the care of God, to the compassion of God through fasting and prayer. God had instituted the Day of Atonement for them to come back to Him. But they totally neglected that. So, when they cried unto Him in their distress, God again speaks to them
through his minor prophet Joel. And what does it say? Sanctify ye a fast, call a solemn assembly, gather the elders and all the inhabitants of the land into the house of the Lord your God, and cry unto the Lord. That's what God says. Actually, there is no ambiguity at all about this commandment, because in the earlier commandment when God had given through Moses, it said, afflict your souls. So that definitely in ancient Hebrew meant that you have to completely abstain from food. There should be an abstinence from food. But there were still people who doubted that argument, because they said it doesn't really mean that. There's no direct meaning about that. But it meant that they should fast and pray. Fasting was the foundation of that commandment. But now here in this phase and in this commandment through prophet Joel, there is no ambiguity at all, because God specifically says that they should fast. മോശയിലൂടെ ദൈവം തങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കൽപ്പിക്കുമ്പോൾ, അതായത് പാപപരിഹാര ദിവസത്തിൽ തങ്ങൾ ആത്മതപനം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ ഉപവസിക്കണമെന്ന് വളരെ വ്യക്തമായ കൃത്യമായിട്ടുള്ള ആജ്ഞയില്ലെന്നൊക്കെ ചിലരൊക്കെയും പറയുമെങ്കിൽ, ഇവിടെ ദൈവം വ്യക്തമായി അവരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഉപവസിക്കണം. ഉപവസിക്കണം എന്നുള്ള വാക്ക് അത് എബ്രായ ഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സൂം എന്നാണ്. എറ്റ്സൂം എന്ന് പറയുന്നത് ഭക്ഷണ വർജനം എന്നാണ്. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. The word etzum means you have abstinence from food. You have to abstain from food. So there is no ambiguity at all. So here again God repeats whatever he had been giving them, whatever command he had given them through his servant Moses. So even after 400 years, we find there is no change in God, because that is the only principle and that is the only process through which man can come back to him in his holiness, can come sanctify himself and then come back to God. So there is no change. And we find this word exum has been used over 17 times in the Bible to denote fasting. ഈ എറ്റ്സൂം എന്ന് പറയുന്ന വാക്ക്, എബ്രായ പദം 17 പ്രാവശ്യം തിരുവചനത്തിൽ ഉപവാസത്തെ പ്രതിപാദിക്കുവാനായിട്ട് ഉപയുക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. തൻ്റെ ദാസനായ മോശയിലൂടെ ഏതാണ്ട് 1400 കൊല്ലം മുൻപ് തൻ്റെ ജനങ്ങളുടെ പാപങ്ങളെ വെടിഞ്ഞ് അവരെ അതിൽ നിന്ന് പാപത്തിൽ നിന്ന് വിശുദ്ധീകരിച്ച് തൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം താൻ നൽകിയ കൽപ്പനയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല. അതിൻ്റെ പ്രഥമമായ കാര്യവും അവർ ഉപവസിച്ചോട്ട് വരണമെന്നുള്ളതാണ്. ശരീര മനസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ അതേ ആഹാരം വെടിഞ്ഞ് അതേ ഭക്ഷണ വർജനത്തോടുകൂടി കടന്നു വരണമെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. We find that they had to come to God completely with abstinence from food. മറ്റൊരു പ്രധാനമായ കാര്യം ചൂണ്ടിക്കാണിക്കുവാനുള്ളത്, നാം ഇവിടെ പറയുന്നത് ഉപവാസം പ്രഖ്യാപിക്കുവിൻ എന്നുള്ളതാണ്. എന്നാൽ നാം ഇംഗ്ലീഷ് പദത്തിലേക്ക് നോക്കുമ്പോൾ സാങ്ക്ടിഫൈ എ ഫാസ്റ്റ് എന്നാണ് നാം കാണുന്നത്. 2 പ്രാവശ്യം ദൈവം കൽപ്പിക്കുന്നതും സാങ്ക്ടിഫൈ എ ഫാസ്റ്റ് എന്നാണ്. ഈ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രഖ്യാപനം രാജകീയ പ്രഖ്യാപനമാകാം, അതൊരു ഓർഡറാകാം, പല കാര്യങ്ങളിലാകാം, അതൊരു ഭൗതികമായ വാക്കാണ്. എന്നാൽ സാങ്ക്ടിഫൈ എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം നമ്മൾ പഠിക്കുമ്പോൾ അതിന് വിശുദ്ധമായ ഒരു ആവരണമുണ്ട്. അത് വിശുദ്ധിയോടെ കടന്നു വരണം, അതാണ് അതിൻ്റെ അർത്ഥം. സാങ്ക്ടിഫൈ, ഇറ്റ്സ് നോട്ട് സെഡ് ദാറ്റ് യു ഷുഡ് really come. It's not a declaration, you see. It doesn't say that you proclaim a fast. It doesn't say that you appoint a fast. It says you sanctify a fast. And what does that mean? That there is an air of holiness around the process, you see. It's not enough that you simply don't take food and come back to God or come before God and say that you are fasting. No, there is an holiness about it. Means there should be and wholeness in your approach when you fast. It's not enough that you abstain from food. There should be holiness in your actions, and there should be earnestness in your actions to come to God, and you should always be conscious of the fact that you are coming before the holy God. And that's what God tells his people.
സാങ്ക്ടിഫൈ എ ഫാസ്റ്റ്. മലയാളത്തിൽ അത് പരിപൂർണമായിട്ട് അപ്രകാരം വിവർത്തനം ചെയ്യപ്പെടാൻ സാധ്യമല്ല. പക്ഷേ ഒരർത്ഥത്തിൽ പരിശുദ്ധമായ ഉപവാസം പ്രഖ്യാപിക്കുവിൻ. ഉപവാസം എന്ന് പറയുന്നത് അതിപരിശുദ്ധമായൊരു കാര്യമാണ്. ഭക്ഷണ വർജനമെന്ന് പറയുന്നത് പട്ടിണി കിടന്നുകൊണ്ട് വരുവാനുള്ളതല്ല. പിന്നെയോ ഭക്തിയോടെ വിശുദ്ധിയോടെയാണ് ഭക്ഷണം പണിയേണ്ടത്. നാം നമ്മുടെ പാപഭംഗിലമായ സ്വഭാവങ്ങളെ വെടിഞ്ഞ ശേഷം നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഭയത്തോടും ഭക്തിയോടും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനാണ് അവിടെ ദൈവം ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ നാം പലപ്പോഴും മലയാള ഭാഷയുടേതായിട്ടുള്ള പരിമിതി നിമിത്തം അതിന് തത്തുല്യമായ വാക്കുകളില്ലാത്തതുകൊണ്ട് ഒരു ഉപവാസം പ്രഖ്യാപിക്കുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നാം അത് പഠിക്കുമ്പോൾ പരിശുദ്ധമായ ഒരു ഉപവാസം പ്രഖ്യാപിക്കും. അതായത് നാം ഭക്ഷണം വെടിയുമ്പോൾ തന്നെ നമുക്ക് സമ്പൂർണ്ണമായ വിശുദ്ധി ഉണ്ടായിരിക്കണം. മ്ലേച്ഛ ചിന്തകൾ, മ്ലേച്ഛ സ്വഭാവങ്ങളൊക്കെ വെടിഞ്ഞ് വിശുദ്ധിയിലൂടെയാണ് നാം ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ വരേണ്ടത്. അല്ലാതെ ഭക്ഷണം വെടിയിലല്ല ദൈവം പ്രസാദിക്കുന്നത്, പിന്നെയോ നമ്മുടെ വിശുദ്ധമായ സമീപനത്തിലാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ കൃത്യമായിട്ട് മറ്റു വാക്കുകൾ ഉപയോഗിക്കാതെ ഈ സാങ്ക്ടിഫൈ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവയാം ദൈവം വീണ്ടും യോവേൽ പ്രവാചകനിലൂടെ അവരോട് എങ്ങനെയാണ് ഉപവസിക്കേണ്ടത് എന്ന് അരുളി ചെയ്യുന്നു. 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴെങ്കിലും എന്നുള്ള വാക്ക്. കാരണം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. അതികഠിനമായ ക്ഷാമ നിമിത്തം അനേകരെ ചത്തൊടുങ്ങുകയാണ്. കാർഷിക വിളകളെല്ലാം വരൾച്ച കൊണ്ട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ വളരെ പരിതാപകരമായ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് തിരിയുക. കാരണം ദൈവത്തിൻ്റെ കൃപയും കരുണയും ആർജിക്കുവാൻ, ദൈവത്തിൻ്റെ കോപം അകറ്റുവാനുള്ള ഉപാധി ദൈവം അവർക്ക് നൽകിയിട്ടുണ്ട്. അവരത് ഉപയോഗിക്കുന്നില്ല. തൻ്റെ അതിശ്രേഷ്ഠ പ്രവാചകനായ മോശയിലൂടെ ദൈവം കൽപ്പിച്ചതാണ്. എബ്രായ കലണ്ടറിലെ 7-ാം മാസമായ തിസ്രീ മാസം 9-ാം തീയതി മുതൽ 10-ാം തീയതി അവർ പാപപരിഹാര ദിനമായിട്ട് ആചരിക്കണം. അവരൊന്നിച്ച് കൂടി വരണം. അന്ന് സഭായോഗം കൂടണം. അത് ശബത്തായിട്ട് ആചരിക്കണം. അവരുടേതായിട്ടുള്ള ശരീര മനസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വിലാപത്തോടെ അവരെ ദുഃഖകരമായി പാപത്തിൻ്റേതായിട്ടുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ച് ദുഃഖിച്ച് അനുദപിച്ച് തൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന് മോശയുടെ കൽപ്പിച്ച കൽപ്പന അവരുടെ മുൻപിലുണ്ട്. പക്ഷേ അവർ അതനുസരിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം വീണ്ടും തൻ്റെ പ്രവാചകനായ യോവേലിലൂടെ അരുളി ചെയ്തത്: ഇപ്പോഴെങ്കിലും ഈ ദയനീയമായ ഈ ദുഃഖകരമായ അവസ്ഥയിലെങ്കിലും ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക. എങ്കിലേക്ക് തിരിഞ്ഞു വരിക. ദൈവത്തിന് അവരെ രക്ഷിക്കുവാൻ മനസ്സുണ്ട്. ദൈവത്തിന് അവരുടെ കഷ്ടങ്ങൾ മാറ്റുവാൻ മനസ്സുണ്ട്. പക്ഷേ അതിലൊരു വ്യവസ്ഥയുണ്ട്. ഞാൻ നേരത്തെ 2 പ്രാവശ്യം ഓർമ്മിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ നിന്ന് മന്നാ പൊഴിച്ച് ക്ഷാമം മാറ്റുവാൻ കഴിയും. ആകാശവിധാനങ്ങളെ തുറന്ന് മഴ പെയ്യിക്കുവാൻ കഴിയും. പക്ഷേ ദൈവം അത് ചെയ്യുന്നില്ല. കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഉപാധി ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ മനഃപൂർവ്വമായിട്ട് അത് അനുസരിക്കാതെ അവർ ഈ കഷ്ടത്തിലൂടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ പ്രവാചകനായ യോവേലിലൂടെ ദൈവം അരുളി ചെയ്യുന്നത്: ഇപ്പോഴെങ്കിലും. ശരി, എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് വരേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ വരണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വരികയല്ല. പിന്നെയോ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഇനി ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമായിട്ട് ജീവിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട്, ദൈവത്തിനോട് പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട്, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ എല്ലാവിധ കുറവുകളെയും കുറ്റങ്ങളെയും പാടെ പറിച്ചു കളഞ്ഞിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. ഇത് അനേകർ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാറുണ്ട്. സമ്മർദ്ദങ്ങൾ കൊണ്ട് കടന്നു വരുന്നവരുണ്ട്. ഇത് ഒരു പരീക്ഷണമെന്നുള്ള നിലയിൽ അത് തങ്ങളുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുവാൻ തക്കവണ്ണം കഴിയും എന്നൊന്ന് പരീക്ഷിച്ചു നോക്കുവാൻ
അല്ലെങ്കിൽ തങ്ങളായിരിക്കുന്ന കഷ്ടനഷ്ട വേദനകളിൽ നിന്ന് വിമോചനം നേടുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് ഇത് തീരുമോ എന്ന് പരീക്ഷിച്ചറിയുവാനായിട്ട് ഉപവാസ പ്രാർത്ഥനകൾ കടന്നു വരുന്നവരുണ്ട്. ഇവരൊന്നും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ സന്നിധിയിൽ വരുന്നവരല്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വരുന്നവർ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ ആശ്രയിച്ച് തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവരുടെ സന്നിധിയിൽ വരുന്നവരാണ്. ദൈവത്തിന് ഇങ്ങനെയുള്ള ഹൃദയങ്ങളെ ദൈവത്തിനറിയാം. ഒരുവൻ എങ്ങനെയാണ് തൻ്റെ അടുക്കൽ വരുന്നതെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് തൻ്റെ ജനത്തോട് വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ കടന്നു വരുവാനായിട്ട്. See, God knows how you are coming to God. It's not just because your prophet told that you come to a fasting prayer, you come to a fasting prayer. Or because it's a prophecy that you are coming back. No, it's not like that. You have to come to Him with all your heart. That means you have to love Him. You have to obey Him. You have to be honest to Him with all your heart. That's very important. A partial offering is not sufficient. A partial belief is not sufficient. You have to submit yourself and surrender yourself wholeheartedly. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ സമർപ്പിക്കാൻ കഴിയണം. Otherwise, whatever you fast, you may fast for 24 hours, 240 hours. If you are not doing it wholeheartedly, it is of no use. 24 മണിക്കൂർ 240 മണിക്കൂർ ഉപവസിച്ചിരുന്നാലും നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ഉപവസിക്കുന്നതിന് പ്രയോജനം. മാത്രമല്ല, പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുമ്പോൾ അതിന് മറ്റു ചില അടിസ്ഥാനങ്ങൾ കൂടി ഉണ്ടെന്നുള്ളത് ദൈവം ഓർമ്മിപ്പിക്കുന്നു. കരച്ചിലോടെ എന്ന് പറയുമ്പോൾ എന്തിനാണ് കരയുന്നത്? മനുഷ്യന് ദുഃഖമുണ്ടാകുമ്പോഴാണ് കരയുന്നത്. സാധാരണ അവിടെ അത് കരച്ചിലിന് ഒട്ടും കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതികഠിനമായ വരൾച്ച കൊണ്ടും ക്ഷാമം കൊണ്ടും അത് എല്ലാം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുകയല്ല, ചത്തൊടുങ്ങുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അവിടെ വിലാപമില്ലാത്ത ഭവനങ്ങളില്ല, കരച്ചിലില്ലാത്ത ഭവനങ്ങളില്ല. എല്ലാവർക്കും കരച്ചിലുണ്ട്. അവരെക്കുറിച്ച് കരയുവാനല്ല, ഈ ലോകത്തോട് അവർ വിട പറഞ്ഞ അല്ലെങ്കിൽ അവരിൽ നിന്ന് വേർപെട്ടവരെ കുറിച്ച് കരയുവാനല്ല. പിന്നെയോ കരച്ചിലോടെ വരണമെന്ന് പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവസ്ഥകളെക്കുറിച്ച്, ഞാൻ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച്, എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിച്ച അവസ്ഥയെക്കുറിച്ച്, അത് എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ച അവസ്ഥയെക്കുറിച്ച്, എൻ്റെ പരാജയങ്ങളെക്കുറിച്ച് ഞാൻ കരച്ചിലോടെ കടന്നു വരണം. ആ കരച്ചിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവൻ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ വാസ്തവമായിട്ട് ഒരു രൂപാന്തരം പൂർണ്ണ ഹൃദയത്തോടെ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരച്ചിലുണ്ടാകും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഭക്തന്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജനതയ്ക്ക് അവർ ദൈവത്തെ നിന്ന് അകന്നു പോകുവാൻ തക്കവണ്ണം മുഖാന്തരമായ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ദുഃഖമുണ്ടാകും, കരച്ചിലുണ്ടാകും. മാത്രമല്ല, ഒരു പടി കൂടെ പ്രവാചകൻ പറയുകയാണ്. എന്താ പറയുന്നത്? വിലാപത്തോടും എങ്കിലേക്ക് തിരിവീൻ, വിലപിക്കണം. So this is what God tells. You have to come back, you have to turn back to Him with tears, with your whole heart. It's not a partial heart. Wholeheartedly you have to come back to me. How? You have to cry. Cry for all the crimes that you have committed, all the sins that you have committed, whatever you have done to completely create pain for God. So you are drawn away from God. You have destroyed the love what God had shown to you. It saddens His heart. So whatever you have done to grieve Him, well, you have to grieve about that. You have to cry about that. And for that, you have to be conscious about what you did. You have to be conscious about the sins what you did. And you have to completely surrender yourselves, telling Him, Lord, I have sinned. So tears should overflow. It is not simply to come before God saying that I have sinned. Just because you don't take food for 24 hours and come and say, Lord, I have sinned. That is not going to give any sort of compassion from God. You have to cry before Him. You have to weep before Him. And that is what is very important. And then turn to Him. And then turn to God. Lord, this is what I have done. അവങ്കിലേക്ക് തിരിയണം. എങ്ങനെയാണ് തിരിയുന്നത്? കരച്ചിലോടെ, കണ്ണുനീരോടെ, കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തെ ദുഃഖിപ്പിച്ച അവസ്ഥകളെ ഓർത്ത്, നമ്മുടെ പരാജയങ്ങളെ ഓർത്ത്, നാം ദൈവത്തെ വേദനിപ്പിച്ചതോർത്ത്,
നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമാക്കുവാൻ കഴിയാതെ അതിനെ അവഗണിച്ചതോർത്ത് നമുക്ക് ദുഃഖമുണ്ടാകണം, നമുക്ക് വിലാപമുണ്ടാകണം. അവൻ നമ്മളുടെ മേൽ ചൊരിഞ്ഞ അനവരതമായ അനുഗ്രഹങ്ങൾ നാം മറന്നുകൊണ്ട്, അതിനെ നമ്മൾ ത്രിവൽഗണിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള ദൈവങ്ങളെ ആശ്രയിക്കാൻ പോകുന്ന ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടായതുകൊണ്ട് നാം ദുഃഖിക്കണം. ദൈവത്തെക്കാൾ ഉപരി മറ്റു പലതിനെയും സ്നേഹിച്ചതിനെ ഓർത്ത് നാം ദുഃഖിക്കണം. അങ്ങനെ കരച്ചിലും വിലാപവും കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ രണ്ടാമതായിട്ട് ദൈവം കൽപ്പിക്കുന്നു. മൂന്നാമതായിട്ട് വീണ്ടും 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വീണ്ടും ദൈവം യോവേൽ പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് കൽപ്പിക്കുകയാണ്. സിയോനിൽ കാഹളമൂതുവിൻ, ഒരു ഉപവാസം പ്രഖ്യാപിക്കുവിൻ, സഭായോഗം വിളിക്കുവിൻ. ബ്ലോ എ ട്രംപറ്റ്. ജനതകളെ കൂട്ടിവരുത്തുവാനാണ്. വളരെ അതിപ്രധാനമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ജനങ്ങളെ അറിയിക്കുവാനും അവരെ ഒരുമിച്ച് കൂട്ടുവാനുമാണ് കാഹളങ്ങൾ ഊതുന്നത്. ഇത് അതിപ്രധാനമായ സംഭവമാണ്. ഒരു ജനതയുടെ ഭാവി നിർണ്ണയിക്കുന്ന, അവർക്ക് സ്വർഗോന്നതങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അതിമഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത്യുന്നതനായ ദൈവം അവരോട് കൽപ്പിക്കുകയാണ്, കാഹളമൂതുവിൻ. And then again he says, blow your trumpet and sanctify a fast. വീണ്ടും പരിശുദ്ധമായ ഒരു ഉപവാസം പ്രഖ്യാപിക്കും. വെറുതെ ഭക്ഷണം പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതല്ല ഉപവാസം. നമ്മുടെ ജീവിതത്തിൻ്റെ മ്ലേച്ഛതകളൊക്കെ മാറ്റിവെച്ചിട്ട് പാപക്കറകളെ കഴുകിക്കളഞ്ഞ് കണ്ണുനീരോടെ വിലാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. അതാണ് ഉപവാസം. സാങ്ക്ടിഫൈ എ ഫാസ്റ്റ്. വിശുദ്ധമായിട്ടുള്ള ഉപവാസം പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണവർജനമൊക്കെ വിശുദ്ധിയിൽ നിന്നാകട്ടെ. ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരെ ബോധ്യമാക്കുവാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ആവേശവും ആഗ്രഹവും ഉരുത്തിരിയുന്നത് കൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം മൂന്നാമതും ദൈവം കൽപ്പിക്കുകയാണ്. സഭായോഗം വിളിച്ചു കൂട്ടുന്നു. എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരവസ്ഥ. അങ്ങനെയായിട്ട് ഓരോരുത്തരും ഉപവസിക്കുക. എല്ലാവരും ഒരുമിച്ച് വരണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി എല്ലാ ജോലിയും മാറ്റി വെക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് അതേ ദൈവത്തിൻ്റെ ജനമായിട്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമാണ് ഈ ചെറിയ പ്രവാചകനായ യോവേൽ പ്രവാചകനിലൂടെ 3 പ്രാവശ്യം ഉപവസിക്കുവാൻ തക്കവണ്ണം ദൈവം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാവിധ സംശയങ്ങളെയും മാറ്റിക്കൊണ്ട് ഉപവസിക്കുവാൻ തന്നെ, ഭക്ഷണം വർജിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും അനുതാപത്തോടെ കണ്ണുനീരോടെ വിലാപത്തോടെ കഴിഞ്ഞകാല ജീവിതത്തോട് യാത്ര പറഞ്ഞ് പുതിയ സൃഷ്ടികളായിട്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള ഈ ആഹ്വാനം ഉപവാസ പ്രാർത്ഥനകളിലേക്ക് നയിക്കുവാൻ തക്കതിനൊന്നും നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവും ദൈവമേ, ഉപവാസ പ്രാർത്ഥനയുടെ ആവശ്യകത എന്താണെന്നും അങ്ങെങ്ങനെയാണ് 2-ാം പ്രാവശ്യം ഉപവാസത്തെ മറന്ന് അതേ കർത്താവ് അവിടുത്തെ മോശയോട് നൽകിയ കൽപ്പനയെ മറന്ന് മുൻപോട്ട് പോയ ജനതയ്ക്ക് വീണ്ടും അവിടുത്തെ പ്രവാചകനായ യോവേലിലൂടെ ഉപവസിക്കുവാൻ തക്കോണം 3 പ്രാവശ്യം ആവർത്തിച്ച് കൽപ്പന നൽകിയതെന്നും പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഈ വചനം കേട്ട് ഓരോരുത്തരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. കഷ്ടതയിലൂടെയും നഷ്ടത്തിലൂടെയും പ്രയാസത്തിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നു പോകുമ്പോൾ അതേ കർത്താവ് ഉപവാസ പ്രാർത്ഥനയിലൂടെ വീണ്ടും അവിടുത്തെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും അവിടുത്തെ കൃപയിലേക്കും മടങ്ങി വരുവാൻ തക്കോണം ഈ വചനം കേട്ട് ഓരോരുത്തരെയും ഉപവാസ പ്രാർത്ഥനയിലൂടെ അങ്ങ് സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുവാനാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.